നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു PSC സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും PSC പരീക്ഷകളിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിലെ കോട്ടകൾ. ഫോർട്ട്സ് ഇൻ കേരള. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പണികഴിപ്പിച്ച കോട്ടകൾ മുതൽ സാമൂതിരിമാരും തിരുവിതാംകൂർ രാജാക്കന്മാരും ടിപ്പു സുൽത്താനും പണിതുയർത്തിയ ചരിത്രപ്രസിദ്ധമായ കോട്ടകളെക്കുറിച്ച് PSC പരീക്ഷകളിൽ നിരന്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കേരളത്തിലെ കോട്ടകളുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. LDC, LGS, CPO ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായും കണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തു വയ്ക്കുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഉത്തരം: ബേക്കൽ കോട്ട, കാസർഗോഡ്. 2. ചോദ്യം: ബേക്കൽ കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആര്? ഉത്തരം: ശിവപ്പ നായ്ക്കർ, ഇക്കേരി നായ്ക്കന്മാർ, ബദനൂർ നായ്ക്കന്മാർ. 3. ചോദ്യം: ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ഉത്തരം: മാനുവൽ കോട്ട, ഫോർട്ട് മാനുവൽ. പള്ളിപ്പുറം കോട്ടയ്ക്ക് മുൻപ് കൊച്ചിയിൽ പണിതത് 1503. 4. ചോദ്യം: ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച് ഇന്നും അവശേഷിക്കുന്ന ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ട ഏതാണ്? ഉത്തരം: പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം ഫോർട്ട് പൈ ആയ കോട്ട 1503 പോർച്ചുഗീസുകാർ നിർമ്മിച്ചു. 5. ചോദ്യം: പള്ളിപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം: എറണാകുളം, വൈപ്പിൻ ദ്വീപ്. 6. ചോദ്യം: പള്ളിപ്പുറം കോട്ടയുടെ മറ്റൊരു പേരെന്ത്? ഉത്തരം: ആയക്കോട്ട, അയക്കോട്ട. 7. ചോദ്യം: കണ്ണൂരിലെ പ്രശസ്തമായ സെന്റ് ഏഞ്ചലോ കോട്ട, സെയിന്റ് ആഞ്ചലോ ഫോർട്ട് പണികഴിപ്പിച്ചതാര്? ഉത്തരം: ഫ്രാൻസിസ്കോ ഡി അൽമേഡ, പോർച്ചുഗീസ് വൈസ്രോയി, 1505. 8. ചോദ്യം: സെന്റ് തോമസ് കോട്ട, സെയിന്റ് തോമസ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: തങ്കശ്ശേരി, കൊല്ലം. 9. ചോദ്യം: തങ്കശ്ശേരി കോട്ട നിർമ്മിച്ച വിദേശികളാര്? ഉത്തരം: പോർച്ചുഗീസുകാർ. 10. ചോദ്യം: പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആര്? ഉത്തരം: ഹൈദരാലി, 1766 പുനർനിർമ്മിച്ചു. 11. ചോദ്യം: പാലക്കാട് കോട്ട മറ്റേതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ടിപ്പു സുൽത്താന്റെ കോട്ട, ടിപ്പൂസ് ഫോർട്ട്. 12. ചോദ്യം: തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഫോർട്ട്, കിഴക്കേക്കോട്ട നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം: കാർത്തിക തിരുനാൾ രാമവർമ്മ, ധർമ്മരാജാവ്. 13. ചോദ്യം: വേലുത്തമ്പി ദളവ വീരമൃത്യു വരിച്ച മാന്നടി ക്ഷേത്രത്തിനു സമീപമുള്ള ചരിത്രകോട്ട ഏതു പ്രദേശത്താണ്? ഉത്തരം: പത്തനംതിട്ട, മാന്നടി. 14. ചോദ്യം: കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ആര്? ഉത്തരം: ശിവപ്പ നായ്ക്കർ. 15. ചോദ്യം: ചന്ദ്രഗിരി കോട്ട ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: പയസ്വിനി പുഴ, ചന്ദ്രഗിരിപ്പുഴ. 16. ചോദ്യം: തൃശൂരിലെ ചേറ്റുവാ കോട്ട, ചെറ്റ്വൈ ഫോർട്ട് പണികഴിപ്പിച്ചതാര്? ഉത്തരം: ഡച്ചുകാർ, 1714. 17. ചോദ്യം: ചേറ്റുവാ കോട്ട പിന്നീട് ടിപ്പു സുൽത്താൻ പിടിച്ചടക്കിയ ശേഷം നൽകിയ പേരെന്ത്? ഉത്തരം: ടിപ്പു സുൽത്താൻ കോട്ട. 18. ചോദ്യം: തിരുവിതാംകൂറിന്റെ തെക്കൻ അതിർത്തി സംരക്ഷിക്കാൻ മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച കോട്ട ഏത്? ഉത്തരം: വട്ടക്കോട്ട, കന്യാകുമാരി. 19. ചോദ്യം: ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട കോട്ട ഏതാണ്? ഉത്തരം: അഞ്ചുതെങ്ങ് കോട്ട, അഞ്ചൻകോ ഫോർട്ട്, തിരുവനന്തപുരം. 20. ചോദ്യം: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത്? ഉത്തരം: അഞ്ചുതെങ്ങ് കോട്ട, 1695. 21. ചോദ്യം: തലശ്ശേരി കോട്ട നിർമ്മിച്ച വിദേശ ശക്തികൾ ആര്? ഉത്തരം: ബ്രിട്ടീഷുകാർ, 1708. 22. ചോദ്യം: തലശ്ശേരി കോട്ട നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സ്ഥലം നൽകിയ പ്രാദേശിക ഭരണാധികാരി ആര്? ഉത്തരം: കോലത്തിരി, വടക്കേ കോവിലകം. 23. ചോദ്യം: സാമൂതിരിയുടെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലി മരയ്ക്കാർ കോട്ട നിർമ്മിച്ച സ്ഥലം ഏത്? ഉത്തരം: കോട്ടയ്ക്കൽ, ഇരിങ്ങൽ, വടകര, കോഴിക്കോട്. 24. ചോദ്യം: നെടുംകോട്ട അഥവാ ട്രാവൻകൂർ ലൈൻസ് നിർമ്മിച്ച രാജാവ് ആര്? ഉത്തരം: ധർമ്മരാജാവ്, കാർത്തിക തിരുനാൾ രാമവർമ്മ, ഡിലനോയുടെ മേൽനോട്ടത്തിൽ. 25. ചോദ്യം: നെടുങ്കോട്ട എവിടെ മുതൽ എവിടെ വരെയാണ് നീണ്ടുകിടന്നിരുന്നത്? ഉത്തരം: പള്ളിപ്പുറം മുതൽ ആനമല വരെ, കൃഷ്ണൻകോട്ട മുതൽ ആനമല വരെ. 26. ചോദ്യം: നെടുങ്കോട്ട നിർമ്മാണത്തിന് പ്രധാന പങ്കുവഹിച്ച ഡച്ച് സൈന്യാധിപൻ ആര്? ഉത്തരം: യൂസ്റ്റാച്ചിയസ് ഡെ ലനോയ്, വലിയ കപ്പിത്താൻ. 27. ചോദ്യം: പത്മനാഭപുരം കൊട്ടാരവും കോട്ടയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: തക്കല, കന്യാകുമാരി ജില്ല, തമിഴ്നാട്, പഴയ തിരുവിതാംകൂർ തലസ്ഥാനം. 28. ചോദ്യം: ഉദയഗിരി കോട്ട, ഉദയഗിരി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: കന്യാകുമാരി ജില്ല, പുലിയൂർകുറിച്ചി. 29. ചോദ്യം: ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കോട്ട ഏതാണ്?
ഉത്തരം ഉദയഗിരി കോട്ട. 30 ചോദ്യം കായംകുളം രാജാവിന്റെ പ്രതിരോധ കേന്ദ്രമായിരുന്ന കോട്ട ഏതാണ്? ഉത്തരം കൃഷ്ണപുരം, കൊട്ടാരവും കോട്ടയും. 31 ചോദ്യം തൃശൂരിലെ കൊടുങ്ങല്ലൂർ കോട്ട, കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ 1523. 32 ചോദ്യം കൊടുങ്ങല്ലൂർ കോട്ട ഡച്ചുകാർ പിടിച്ചെടുത്ത വർഷം ഏത്? ഉത്തരം 1661. 33 ചോദ്യം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചെറിയ കോട്ട ഏതാണ്? ഉത്തരം പുന്നോൽ കോട്ട ബൈ ഗുണ്ടട്ട് ബംഗ്ലാവ് പരിസരം. 34 ചോദ്യം കാസർഗോഡ് ജില്ലയിലെ ഹൊസ്ദുർഗ് കോട്ട, ഹോസ്ദുർഗ് ഫോർട്ട് അഥവാ കാഞ്ഞങ്ങാട് കോട്ട പണികഴിപ്പിച്ചത് ആര്? ഉത്തരം സോമശേഖര നായ്ക്കർ, ഇക്കേരി രാജവംശം. 35 ചോദ്യം ഹൊസ്ദുർഗ് കോട്ടയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ആത്മീയ കേന്ദ്രം ഏത്? ഉത്തരം നിത്യാനന്ദാശ്രമം, ആനന്ദാശ്രമം. 36 ചോദ്യം കാസർഗോഡ് ജില്ലയിലെ കുമ്പളക്കോട്ട പണികഴിപ്പിച്ചതാര്? ഉത്തരം ഇക്കേരി നായ്ക്കന്മാർ. 37 ചോദ്യം കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്ന മലപ്പുറത്തെ കോട്ടക്കൽ എന്ന പേര് വരാൻ കാരണം ഏത് കോട്ടയാണ്? ഉത്തരം വെങ്കിട്ടക്കോട്ട. 38 ചോദ്യം തിരുവനന്തപുരത്തെ വിഴിഞ്ഞം കോട്ട ആരുടെ അധീനതയിലായിരുന്നു? ഉത്തരം ആയരാജാക്കന്മാരുടെയും പിന്നീട് ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും. 39 ചോദ്യം ചാലിയം കോട്ട, ചലിയം ഫോർട്ട് നിർമ്മിച്ച വിദേശികൾ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ 1531. 40 ചോദ്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിച്ച് തകർത്ത സാമൂതിരിയുടെ നാവികപ്പട ഏതു വർഷമാണ് അത് ചെയ്തത്? ഉത്തരം 1571 കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ നേതൃത്വത്തിൽ. 41 ചോദ്യം വയനാട്ടിൽ പഴശ്ശിരാജാവിന്റെ സൈനിക താവളമായിരുന്ന കോട്ട ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പനമരം കോട്ട, പനമരം ഫോർട്ട്. 42 ചോദ്യം 1802 പനമരം കോട്ടയാക്രമിച്ച് ബ്രിട്ടീഷുകാരെ വധിച്ച പഴശ്ശിയുടെ പടനായകന്മാർ ആരെല്ലാം? ഉത്തരം തലയ്ക്കൽ ചന്തുവും എടച്ചേന കുങ്കനും. 43 ചോദ്യം ക്രാങ്കനൂർ കോട്ട, ക്രാൻഗനൂർ ഫോർട്ട് എന്നറിയപ്പെടുന്നത് ഏതു കോട്ടയാണ്? ഉത്തരം കോട്ടപ്പുറം കോട്ട, കൊടുങ്ങല്ലൂർ. 44 ചോദ്യം കണ്ണൂരിലെ മാടായിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഏതു കോട്ടയുടേതാണ്? ഉത്തരം മാടായി കോട്ട, മാടായി കോവിലകം ബൈ ടിപ്പുവിന്റെ കോട്ട. 45 ചോദ്യം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്തിരുന്ന പോർച്ചുഗീസ് കോട്ട തകർത്തത് ആര്? ഉത്തരം സാമൂതിരിയുടെ സൈന്യം. 46 ചോദ്യം വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന പ്രധാന വടക്കൻ കോട്ടകൾ ഏവ? ഉത്തരം തലശ്ശേരി, സെന്റ് ഏഞ്ചലോ, കണ്ണൂർ, ബേക്കൽ കോട്ടകൾ. 47 ചോദ്യം കേരളത്തിൽ പീരങ്കിപ്പഴുതുകളും നിരീക്ഷണ ഗോപുരങ്ങളും ഏറ്റവും മനോഹരമായി സംരക്ഷിച്ചിട്ടുള്ള കടലോര കോട്ട ഏത്? ഉത്തരം ബേക്കൽ കോട്ട. 48 ചോദ്യം തൃശൂർ ജില്ലയിലെ ശക്തൻ തമ്പുരാന്റെ കാലത്ത് പ്രാധാന്യം ലഭിച്ച കോട്ട ഏതാണ്? ഉത്തരം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള കോട്ടമതിലുകൾ. 49 ചോദ്യം പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച കൊല്ലം ജില്ലയിലെ കോട്ട ഏതാണ്? ഉത്തരം തങ്കശ്ശേരി കോട്ട, സെന്റ് തോമസ് ഫോർട്ട്. 50 ചോദ്യം കേരളത്തിന്റെ ജിബ്രാൾട്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലബാറിലെ തന്ത്രപ്രധാനമായ കോട്ട ഏതാണ്? ഉത്തരം ചാലിയം കോട്ട, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ. അപ്പോൾ കൂട്ടുകാരെ, കേരളത്തിലെ കോട്ടകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ PSC പരീക്ഷകളിൽ നിരന്തരം ആവർത്തിച്ചതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. പരീക്ഷയ്ക്ക് മുൻപ് റിവിഷൻ നടത്താൻ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം PSC തയ്യാറെടുപ്പ് നടത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ PSC സിലബസ് അധിഷ്ഠിത വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിവെക്കുക. അടുത്തൊരു കിടിലൻ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.